പുനർജനിക്കാത്ത ഒരു ജഡത്തിൽ ജീവിക്കുന്ന പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ഒരു ആത്മാവാണ് ഒരു ദൈവ പൈതലിനുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ നമ്മോട് ജഡത്തെ ക്രൂശിക്കുവാനും ജഡത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതിരിക്കുവാനും കൽപ്പിക്കുന്നത്. ദൈവശക്തിയാൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. ദൈവഭക്തിയോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്കാവശ്യമായതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. തൻ്റെ അത്ഭുതകരമായ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവനെ അറിയുന്നതിലൂടെയാണ് നമുക്കിതെല്ലാം ലഭിച്ചത്. തൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നിമിത്തം അവിടുന്ന് നമുക്ക് വലുതും വിലയേറിയതുമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനും മനുഷ്യാഭിലാഷങ്ങൾ മൂലമുണ്ടാകുന്ന ലോകത്തിൻ്റെ ദുഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മെ പ്രാപ്തരാക്കുന്ന വാഗ്ദാനങ്ങളാണ് ഇവയൊക്കെ. ജഡസ്വഭാവത്തിന്മേൽ ജയമെടുക്കുവാനായി ദൈവം നമുക്ക് നൽകിയ വലുതും വിലയേറിയതുമായ വാഗ്ദാനങ്ങളത്രേ. ഒന്ന്, പുതിയ ഹൃദയവും പുതിയ സ്വഭാവവും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. 2, നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. 3, പാപക്ഷമയും ശുദ്ധീകരണവും. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. 4, ലൗകിക ആഗ്രഹത്തെക്കാൾ വലുതായ പുതിയ ആഗ്രഹങ്ങൾ. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം. 5, ഭാവി മഹത്വം. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 6, ദൈവത്തിൻ്റെ അനുദിനമുള്ള വിശ്വസ്ത സഹായം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ലളിതമായി പറഞ്ഞാൽ വലുതും വിലയേറിയതുമായ വാഗ്ദാനങ്ങൾ വെറും നിയമങ്ങളല്ല, പകരം അതിന് നമ്മെ മാറ്റാൻ കഴിയും, നമ്മെ ശക്തീകരിക്കാൻ കഴിയും, നമ്മോട് ക്ഷമിക്കാൻ കഴിയും, നമുക്ക് ദൈവത്തിൽ സംതൃപ്തരാകുവാൻ കഴിയും, നമ്മൾ മഹത്വീകരിക്കപ്പെടും, നമുക്ക് എല്ലാ ദിവസവും ദൈവിക സഹായം ലഭിക്കും. അതിനാൽ ലോകത്തിൻ്റെ ദുഷിപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് സ്വയം രക്ഷയല്ല, അത് വാഗ്ദാനത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിവർത്തനമാണ്. നമുക്ക് സ്വയമേ നിൽക്കുവാൻ കഴിയുകയില്ല. സ്വയമേ അവകാശപ്പെടുവാനായി ഒന്നുമില്ല. സ്വയമേ നേടിയതായി ഒന്നുമില്ല. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ വലുതും വിലയേറിയതുമായ വാഗ്ദാനങ്ങൾ മൂലം ഉണ്ടായതാണ്. മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നത്, I have held many things in my hands and I have lost them all. But whatever I have placed in God's hands, that I still possess. എൻ്റെ കൈകളിൽ പലതുമുണ്ടായിരുന്നു, പക്ഷേ അവയെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചതെല്ലാം ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും വീണ്ടും ദൈവത്തിലും അവിടുത്തെ കൈകളിലും വിശ്വസിക്കാം, ആശ്രയിക്കാം. Have a blessed day.